നമസ്കാരം. നമ്മൾ പറഞ്ഞല്ലോ എന്ത് ഹനുമാൻ സ്വാമി ഓർത്താൽ 8 മഹാഗുണങ്ങൾ കിട്ടുന്നത്. അത് ചുമ്മാ നുണ പറയണയാണോ അല്ലയോ നമുക്ക് നോക്കണ്ടേ. ഒരു മഹാശാസ്ത്രം, ഒരു മഹാസത്യം നമ്മുടെ മഹാഗുരുക്കന്മാർ നമുക്ക് തന്നിട്ടുണ്ട്. എന്താ അറിയോ, മനസ്സിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ്. നമ്മൾ എന്താണോ ചിന്തിക്കണത് അത് നമ്മളാവും. ഉദാഹരണം പറയാം, ഞാൻ നിങ്ങളുടെ മാമ്പഴം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാമ്പഴത്തിൻ്റെ രൂപ വരിക, ആപ്പിള് എന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെ രൂപ വരിക, അക്ഷരമല്ല വരിക. പാമ്പ് എന്ന് പറഞ്ഞാൽ ഈ രൂപ വരിക. ഉടനെ തന്നെ പാമ്പ് അല്ലെങ്കിൽ SNAKE സ്നേക്ക് അക്ഷരങ്ങളല്ല വരിക. അപ്പോൾ ശബ്ദം നമ്മുടെ ഉള്ളിൽ രൂപമായിട്ട് വരും. ഓരോ രൂപത്തിനും ഓരോ ഭാവമുണ്ട്. ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയണം, നമ്മുടെ അടുത്ത വീട്ടിലെ കമലാക്ഷി ചേച്ചിൻ്റെ പശു വയറിളകി ക്രന്ന് പറഞ്ഞ് പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ അറപ്പ് വരും. എന്താ കാരണം? ആ ചിത്രം നമ്മുടെ ഉള്ളിൽ ആ ഭാവത്തെ ഉണർത്തും. അതായത് ഏത് ഭാവം തത് ഭവതി എന്ന് പറയും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ എന്താണോ ചിന്തിക്കണേ അതായിട്ട് മാറും. ഹനുമാൻ ഈ 8 ഗുണങ്ങളുടെ വിളനിലമാണ്. എന്താ? ബുദ്ധി, അപാര ബുദ്ധിമാനാണ്. വിവരിക്കാം നമുക്ക് പിന്നീട്. ബലം അറിയാലോ, കരുത്ത്, മനസ്സിൻ്റെ കരുത്ത് ആണ് ബുദ്ധി. ബലം, യശസ്, നല്ല കീർത്തിമാൻ, ഇപ്പോഴും അതേലോ. ധൈര്യം, ധൈര്യം എന്ന് പറഞ്ഞാൽ വിവേകമാണ്, ബുദ്ധിശക്തി, ധൈര്യം. നിർഭയത്വം, ആരെയും പേടിയില്ല. ഒറ്റയ്ക്ക് രാവണൻ്റെ അടുത്ത് അവിടെ ആദ്യമായിട്ട് ചെല്ലുന്ന വാനരൻ അദ്ദേഹം. രാവണൻ്റെ അവിടെ ചെന്ന് പറഞ്ഞു, നിനക്ക് വിവരമില്ല, നിന്നെ ഞാൻ പഠിപ്പിക്കാൻ വന്നവനടാന്ന് പറഞ്ഞേ. ആ കരുത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ശത്രുവിൻ്റെ മടയിൽ ചെന്നിട്ട് ഞാൻ ദാസോഹം കോസലേന്ദ്രസ്യ, ഞാൻ രാമൻ്റെ ദാസനാണ്, നിനക്ക് 4 കാര്യം പറഞ്ഞു തരാൻ വന്നാണ് എന്ന് പറയാനുള്ള ചങ്കൂറ്റം. ഇപ്പോൾ നിർഭയത്വം, അരോഗത, സൂക്കേടേ ഉണ്ടാവില്ല. സൂക്കടം എന്താണെന്ന് അറിയാൻ മേല. അരോഗത, അജാഢ്യം, മഫൻ നമ്മൾ പറയില്ലേ, ജാഢ്യം എന്ന് പറഞ്ഞാൽ മഫനായിട്ടിരിക്കുക, മണ്ണുണ്ണി ആയിരിക്കുക. അങ്ങനെ ഒരു പരിപാടിയില്ലേ, 24 hours ആക്റ്റീവാണ്. അജാഢ്യം, വാക്പടുത്വം, അദ്ദേഹം സംസാരിക്കാനായിട്ട് രാമൻ പറഞ്ഞു, ഈ കുഞ്ഞ് 4 വേദവും പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ എങ്ങനെ സംസാരിക്കാൻ പറ്റണ ലക്ഷ്മണ? സീതാദേവിയും പറയുന്നുണ്ട്, ഇത്ര മനോഹരമായിട്ടാണ് നീ സംസാരിക്കണേ. വാക്കിലൂടെയാണ് നമ്മളൊരാളെ അളക്കുക. നമ്മളൊരാളെ അളക്കണം എങ്ങനെയാണ്? അത് വാക്പടുത്വം. ഈ 8 ഗുണങ്ങൾ ആഞ്ജനേയാന്നോർത്ത വരും. എന്തുകൊണ്ട്? ആഞ്ജനേയൻ ഇതിൻ്റെ വിളനിലമാണ്, ഇതിൻ്റെ നിറഭൂമിയാണ്.